നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് നിയമസഭാ റിപ്പോർട്ടിങ്ങിൽ വളരെ സജീവമായി പോകാറുണ്ടായിരുന്നു. ഇന്ന് ഈ വാർത്ത റെക്കോർഡ് ചെയ്യുമ്പോൾ 15ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിൻ്റെ അവസാന ദിവസം. എന്തു തന്നെയായാലും ഇന്നത്തെ ദിവസം ഒന്ന് പോവുകയും അവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളും സംവാദങ്ങളും നിയമസഭാ നടപടികളും ഒക്കെ കാണാനുള്ള ഒരു കൗതുകം. സാധാരണ നിയമസഭയിൽ ചരിത്രപ്രസിദ്ധമായ നിരവധി പ്രസംഗങ്ങൾ, നിരവധി വലിയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ അത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം പ്രതിപക്ഷം പൂർണ്ണമായും സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി. അവസാനത്തെ ദിവസമായ ഇന്ന് ചില കാര്യങ്ങളിൽ അവർ ശക്തമായി പ്രതികരിക്കുകയും അവർ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് കരുതിപ്പോയി. പക്ഷേ അതുണ്ടായില്ല. ഏകപക്ഷീയമായി ഭരണപക്ഷത്ത് ഉള്ള കാര്യങ്ങളും നടപടിക്രമങ്ങളും സാധാരണ രീതി. അപ്പോൾ ഇതിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ട്. സ്വാഭാവികമായും കേൾക്കാൻ കൗതുകവും എന്താണെന്നറിയാനുള്ളൊരു ജിജ്ഞാസയും ഉണ്ടല്ലോ. വലിയ ചരിത്രപരമായ പ്രസംഗമൊന്നും അല്ലെങ്കിലും വളരെ യുക്തിഭദ്രമായി അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി. സാധാരണ അവസാനത്തെ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം ചാട്ടുളി പോലെ ഭരണപക്ഷത്തിന് നേർക്ക് ചീറിയടുക്കുകയും ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും മന്ത്രിമാർക്കെതിരെ എഴുതി നൽകുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. ഈ ദിവസങ്ങളിലെല്ലാം ഇവർ മാറി നിന്നു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് ആദ്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇന്ന് അവർ ശരിയായ ആക്രമണം അഴിച്ചുവിടേണ്ട ഒരു ദിവസം അവർ ഒഴിവായി. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇവർക്ക് വസ്തുതകളെ നേരിടാൻ ധൈര്യമില്ല, ചർച്ചകളെ, അടിയന്തര പ്രമേയ ചർച്ചയെ നേരിടാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഈ പല ദിവസങ്ങളിലും അടിയന്തര പ്രമേയവും അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു നിരീക്ഷണത്തിൽ കുറച്ചൊക്കെ വസ്തുതയാണ് എന്ന് അല്ലെങ്കിൽ ശരിയാണ് എന്ന് തോന്നിപ്പോകും. അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ 1, 2, 3 എന്ന് 23 എണ്ണം അക്കമിട്ട് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. അതായത് സ്ഥിരമായി പറയുന്ന വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഇൻഡസ്ട്രിയൽ വ്യാവസായിക രംഗത്തെ വളർച്ച, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ, ഹൈവേ, ഇത്തരം കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നു. അടച്ചാക്ഷേപിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇത് മടുത്തു അല്ലെങ്കിൽ ഇത് വിരുദ്ധത എന്നൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളതിൻ്റെ ഫലശ്രുതി കണ്ടെത്തിയാണ്. ഇതൊക്കെ ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പിണറായി സർക്കാർ ഇത് നടപ്പിലാക്കിയത് എന്നുകൂടി ഓർക്കണം. കാരണം കേന്ദ്രം ഒന്നിനും അനുകൂലമല്ല. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ മുമ്പിൽ ചെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ്. അവർ ഞെരുക്കി കൊല്ലും. പക്ഷേ ആ ഞെരുക്കലിനിടയിൽ ഇദ്ദേഹം അവിടെ ചെന്നൊരു ഷാള് അദ്ദേഹത്തിനിട്ടു, അദ്ദേഹം തിരിച്ചൊരു ഷാൾ ഇദ്ദേഹത്തിനിട്ടു, അവർ കൈ കൊടുക്കുന്നു. ചില കാര്യങ്ങളൊക്കെ അവർ സാധിച്ചെടുക്കുകയും അത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് നാടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നാടിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നാടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി BJP ഭരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുത്തുകൊണ്ട് വരുന്ന ഒരു രാഷ്ട്രീയ നൈപുണ്യം, ഒരു നയതന്ത്രജ്ഞത, ആ കാര്യത്തിൽ പിണറായി വിജയൻ വിജയിച്ചു എന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെ ക്ഷാമകാലത്ത് ഇവിടെ ഒരു നിവൃത്തിയുമില്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഈ മനോഹരമായ റോഡുണ്ടായി വരുന്നത്, ഈ ജലപാത വരുന്നത്, തീരദേശ ഹൈവേക്ക് ഇപ്പോൾ എടുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞത്തിന് ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രം കൊടുക്കുമ്പോൾ ഇവർക്ക് ആ 4000 കോടി കടമായാണ് കൊടുക്കുന്നത്. എങ്കിലും അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ച് അവരതിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നു, സ്ഥലമെടുപ്പ് തുടങ്ങുന്നു. കുറേ നാൾ കഴിഞ്ഞായാലും ഇത് നടപ്പിലാക്കണം, നാടിനു വേണ്ടി ഇത് ചെയ്യണം എന്നുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഭയങ്കരമായ ദൃഢനിശ്ചയം പിണറായി വിജയൻ്റെ സർക്കാരിനും പിണറായി വിജയനും ഉണ്ട് എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാതെ വയ്യ. എന്നാൽ തൊട്ടുമുമ്പ് പ്രസംഗിച്ച ധനകാര്യമന്ത്രി പറഞ്ഞു അഴിമതി ആരോപണങ്ങൾ പറയുന്നെങ്കിലും ഒരു അഴിമതി ആരോപണങ്ങൾ പോലും ഒരു മന്ത്രിയുടെ നേർക്കോ ഈ മന്ത്രിസഭയ്ക്ക് നേർക്കോ ഉണ്ടാകാത്ത ഒരു മന്ത്രിസഭയാണ്. ഇതും ശരിയായ ഒരു കാര്യമാണ്. പ്രതിപക്ഷ ആരോപണങ്ങൾ, ചെമ്പ് കലത്തിൽ സ്വർണം കടത്തി, CMRL എന്തോ ഒരു കേസ്, അങ്ങനെ നിരവധി കേസുകൾ
ഇപ്പൊ അറസ്റ്റിലാവും, ഇപ്പൊ കുഴപ്പത്തിലാകും എന്ന് പറഞ്ഞ നിരവധി കേസുകൾ, ആ കേസുകളൊന്നുമില്ല. അപ്പൊ ഇത് പറയുന്നത് കേന്ദ്ര സർക്കാരുമായിട്ടൊരു രഹസ്യ ബാന്ധവം അല്ലെങ്കിൽ രഹസ്യ ധാരണയുണ്ട് എന്ന് ഇവർ പ്രതിപക്ഷം പറയുമ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് എന്ന് തോന്നുന്നു. സത്യത്തിൽ ഇത്തരം കേസുകളെല്ലാം എങ്ങോട്ടോ പോയി, അതെല്ലാം ഒരു ശൂന്യതയിലായി. അതൊന്നും ഇപ്പോൾ പിക്ചറിലില്ല. എന്തു തന്നെ ആയാലും സ്വന്തം കാര്യമാണെങ്കിലും അത് അത്തരം കേസുകളിൽ നിന്നൊക്കെ, അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഭംഗിയായി തടി ഊരുകയും സംസ്ഥാനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നേടിയെടുക്കുകയും അത് ഭംഗിയായി നടപ്പിലാക്കുകയും ചെയ്തിട്ടാണ് ഇവർ ജനങ്ങളിലേക്ക് ചെല്ലുന്നത്. ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലാൻ പോകുന്ന ഈ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളെ ഖണ്ഡിക്കുകയോ അതിനെതിരെ പറയുകയോ അതിനെതിരെ അവർ പ്രതിരോധിക്കുകയോ ചെയ്യാതെ ഈ പ്രതിപക്ഷം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഇപ്പോൾ ഇനി മുഖ്യമന്ത്രിയാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി ഇവർ പറയുന്ന കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ കേന്ദ്രം ഈ ഇത്തരം കാര്യങ്ങൾ ഈ ഷാളിട്ട് സ്വീകരിക്കുന്ന പോലെ ഇവരെ സ്വീകരിക്കുമോ എന്ന് സംശയമുണ്ട്. കാര്യം ഇവരോട് സംസാരിക്കാൻ പോലും ഇവർക്ക് അവസരം കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ ഈ കാര്യങ്ങൾ ഈ ഇത്രയും ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കി അവസാനം അദ്ദേഹം പറയുകയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓരോ പൗരനും നൽകുകയും നമ്മൾ ഇവിടുത്തെ പൗരനാണ് എന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്യും, ആരും കരയേണ്ടി വരത്തില്ല, നമ്മുടെ പൗരത്വവും നമ്മളും എന്ന് പറയുന്ന തരത്തിലെ ഒരു ഇച്ഛാശക്തിയോടുകൂടി ഒരു നേതാവ് തല ഉയർത്തി നിൽക്കുകയാണ്. അപ്പം നമ്മളിത് ഭരണവിരുദ്ധമായ വികാരമുണ്ട്, അല്ലെങ്കിൽ എതിർപ്പുണ്ട്, മടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളത് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റില്ല എന്ന് നിരീക്ഷിക്കേണ്ടി വരും എന്ന് സത്യത്തിൽ അത് ഇന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. 15ാം നിയമസഭയുടെ ഏറ്റവും അവസാനത്തെ 16 സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം നടന്ന കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റിട്ട് ആ ചോരപ്പാടുകളുമായിട്ട് വന്ന് നിയമസഭയിൽ പ്രസംഗിച്ച പാരമ്പര്യമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വർഷങ്ങളോളം നീണ്ട നിയമസഭാ ചരിത്രമുണ്ട്. അതിന്റെയൊക്കെ ഒരു പരിസമാപ്തി കുറിക്കുന്ന ഒരു ഘട്ടവും കൂടെ ആയിരിക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് നടത്തിയ പ്രസംഗം അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങളാണ്, അത് നേടിയെടുത്ത വഴികൾ, രാജ്യത്തിനും നമ്മുടെ നാടിനും വേണ്ടി അദ്ദേഹം അത് സാധിച്ചെടുത്തത് എത്രയോ പ്രയാസത്തിലൂടെയാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇന്ന് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അത് നമ്മുടെ ഒരു നിരീക്ഷണം മാത്രമാണ്.